എല്ലാ മണ്ഡലങ്ങളും ക്രിസ്തുവിന് നമ്മൾ പ്രയോഗിപ്പിച്ചിട്ടില്ല. പക്ഷെ ബൈബിളിൽ നൽകുന്ന ക്രിസ്തു ആരാണ്? കൊളോസ്യസ് 3:11 എന്താണത്? ഏറ്റു പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പൊ എല്ലാമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഐഹികമുണ്ട്, പാരത്രികമുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ക്രിസ്തു അത് കൈകാര്യം ചെയ്യും. ഞാനിവിടെ എന്താ പറഞ്ഞിരിക്കണേ, നിങ്ങൾ JCB റോപ്പ് കെട്ടിയിട്ട്, ഇരുമ്പ് റോപ്പാ കുരിശുരൂപം കെട്ടിയിട്ട് വിശ്വപ്രമാണം ചൊല്ലി കെട്ടണം. വിശ്വാസപ്രമാണം ചൊല്ലി കെട്ടുമ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ടാബാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ടാബ്ലറ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം മീൻ എണ്ണേന്നൊക്കെ പറയുമ്പോൾ വലിയൊരു മീനിനെ അതിൻ്റെ വിറ്റാമിൻസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് മീൻ ഗുളിക ഉണ്ടാക്കണത്. ഇതുപോലെ ആത്മീയ വിറ്റാമിൻ്റെ എല്ലാം മീൻ ഗുളിക പോലെയുള്ള ഒരു ഗുളികയാണ്, ക്യാപ്സൂളാണ് വിശ്വാസപ്രമാണം. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താ ചെയ്തിരിക്കുന്നത്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയും. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണതും എന്ന് പറഞ്ഞാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തില് വിശ്വസിക്കുകയും ചെയ്യും. അപ്പോഴ് രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കുന്നു. അതാണ് ഫോർമുല. എന്താണ്? യേശു കർത്താവാണെന്ന് നമ്മൾ അതരം കൊണ്ട് ഏറ്റു പറയണം. അതാണ് വിശ്വാസപ്രമാണം ചെല്ലാൻ പറയണത്. വിശ്വാസപ്രമാണം മൊത്തം ചെല്ലുമ്പോൾ അതിൻ്റെ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? യേശു കർത്താവാണ്. പിന്നെ എന്താണ്? ദൈവനെ മരിച്ചൊന്ന് ഉയർപ്പിച്ചു. അതിന് ചരിത്രമാണത്. ചരിത്രം എന്ന് പറയാൻ കാര്യം എന്താണ്? ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുന്നുണ്ട് വിശ്വാസപ്രമാണം. പന്തിയോസ് പൈലാത്തോസിൻ്റെ കാലത്തെന്ന് പറയും, കന്യാമറിയത്തിൽ നിന്ന് ശരീരം ധരിച്ചെന്ന് പറയും. അപ്പം ചരിത്രത്തിലൊരു വ്യക്തിയായി പറഞ്ഞ ദൈവത്തെയാണ് വിശ്വാസപ്രമാണം അവതരിപ്പിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ.